Okay. Welcome to EduFix Academy. ഇന്ന് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ സെക്കൻഡ് യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. അതിൽ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് യൂണിറ്റ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ റെലവൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ, ഗവൺമെന്റ് റെഗുലേഷൻസ് എഫക്റ്റിംഗ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സം റെഗുലേഷൻസ്. അങ്ങനെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്താന്നുള്ളത് ഒന്ന് നോക്കാം. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എ ബിസിനസ് ഫേം. ഒരു ബിസിനസ്സിൽ ഇൻസൈഡ് ആയിട്ടുള്ളതും ഔട്ട്സൈഡ് ആയിട്ടുള്ളതും ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഫേമിലുള്ള ഇൻസൈഡ് ഫാക്ടേഴ്സിനെയും ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെയും നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്നുള്ളത്. അതായത് ആ ഒരു എൻവയോൺമെന്റിലായിരിക്കും അത്തരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഫേമില് ഇൻസൈഡ് ആയിട്ടുള്ള, അതായത് ബിസിനസ്സിന് അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ഒരു ബിസിനസ്സിൽ. സോ അത്തരം ബിസിനസ്സിൽ ഇൻസൈഡ് ഫാക്ടേഴ്സും ഔട്ട്സൈഡ് ഫാക്ടേഴ്സും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്തരം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത്തരം ഫോഴ്സസ്, അതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അത്തരം മാർക്കറ്റിംഗ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഓരോ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് സിംപ്ലി വാട്ട് ഈസ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പോ ഒരു മാർക്കറ്റിങ്ങിനെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് എഫേർട്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇത്തരം മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഇത്തരം ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് inside and outside of a business firm. So these factors or forces influencing marketing decision making are correctively called marketing environment. ഒരു ബിസിനസ്സിലെ ഇൻസൈഡ് ആയിട്ടുള്ളതും ഔട്ട്സൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫാക്ടേഴ്സ് അത് ബിസിനസിന്റെ ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത്തരം ആക്ടിവിറ്റീസിനെ കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. ഇനി ഈ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് രണ്ട് തരത്തിലുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഉണ്ട്. ഇന്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റും ഉണ്ട്, എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഉണ്ട്. Simply, marketing environment is classified into two, internal marketing environment and external marketing environment. Internal marketing environment എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിന് അകത്തുള്ള ഫാക്ടേഴ്സ്, അതായത് ഇൻസൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. മാത്രമല്ല അത്തരം ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ കൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഔട്ട്സൈഡ് ടു ദി ബിസിനസ്, ബിസിനസ്സിന് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലെന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ഫാക്ടേഴ്സ് ആർ ടോട്ടലി അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.
So marketing environment is classified into two: internal marketing environment and external marketing environment. Internal marketing environment എന്ന് പറയുന്നത് ബിസിനസ്സിന് ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും അതിൽ വരുന്നത്. അത്തരം ഫോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് ബിസിനസ്സിന് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ടോട്ടലി അൺകൺട്രോളബിൾ. ഇതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മൈക്രോ എൻവയോൺമെന്റ്, മാക്രോ എൻവയോൺമെന്റ്. സോ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: ഇന്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്നും എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്നും. എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ് എന്നും. സോ എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഇസ് ഫർദർ ഡിവൈഡഡ് ഇൻടു ടു: മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്. അത് നമുക്ക് മൈക്രോ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കാം. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്നാണ് ഈ ഒരു എൻവയോൺമെന്റിനെ നമ്മൾ അറിയപ്പെടുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ആയിട്ടുള്ളത്. മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് ആദ്യം മനസ്സിലാക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ ഒരു നാരോ സെൻസിൽ വരുന്നതും മാക്രോ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ മൈക്രോ എന്ന് പറയുന്നത് കമ്പനിയുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്നാണ് മൈക്രോ എൻവയോൺമെന്റ് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ബിസിനസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു. ഫേമിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്തിൽ വരുന്നത്? മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മൈക്രോ എൻവയോൺമെന്റ് ഈസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ബിക്കോസ് അതിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ, ഓരോ ബിസിനസിന്റെയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇത് മെയിൻ ആയിട്ടും മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്. ഇത്തരത്തിൽ ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു ബിസിനസിന്റെ കൺസ്യൂമർ, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ ഡീലേഴ്സ്, ഇന്റർമീഡിയറീസ്, ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതാണ് മൈക്രോ എൻവയോൺമെന്റ്. ഇനി മാക്രോ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കാം. മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ ഇത്തരത്തില് മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല? ആ ഒരു ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് എങ്ങനെയാണ് ബിസിനസിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത്തരം ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ബിസിനസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻവയോൺമെന്റിനെ നമ്മൾ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ആയിട്ട് കണക്കാക്കില്ല. അതാണ് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത്തരം എൻവയോൺമെന്റിനെ നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഈ ഇതിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സും ബിസിനസിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്കാനിങ് നടത്തണം, എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഷോർട്ട് ആയിട്ട്. അതായത് എക്സ്റ്റേണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് classified into two: micro environment and macro environment. Micro environment എന്ന് പറയുന്നത് ബിസിനസിന്റെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ആണ്. ഇത്തരം എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇത്തരം എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ത്
ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് ആയിട്ട് ഇത്തരം എൻവയോൺമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ പറ്റില്ല. അതാണ് മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും. ഇനി മൈക്രോ എൻവയോൺമെന്റിലും മാക്രോ എൻവയോൺമെന്റിലും വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഡിസിഷൻസിനെ എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത് മൈക്രോ എൻവയോൺമെന്റിൽ. അതായത് ഫേമിന്റെ ഓർഗനൈസേഷണൽ ഇന്റേണൽ എൻവയോൺമെന്റ്, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കൺസ്യൂമേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്തിൽ വരുന്നത്, മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. അതിൽ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതില് ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷൻസ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്, അതായത് ഓർഗനൈസേഷന്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് എക്സാമിൻ ചെയ്യുന്നത് കൊണ്ട് മൈക്രോ എൻവയോൺമെന്റിൽ അതിന്റെ എക്സാമിനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ ഒരു ബിസിനസിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻസ്, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ക്യാപ്പബിലിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ ഒരു പരിധി വരെ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ബിസിനസിന്റെയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ, അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. അതായത് അതിനൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മള് ഈ മന്തില് ഞാനൊരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോവാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു മന്തില് എന്റെ ടേൺ ഓവർ ഇത്രയും ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വരേണ്ട ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെയിൽസ് ടാർഗറ്റ് വെച്ചു. എന്നിട്ട് അപ്പൊ ആ ഒരു സെയിൽസ് ടാർഗറ്റ് വെക്കുമ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റീസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സെയിൽസിനെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് തിങ്ക് ചെയ്യും. അപ്പോ ഇനി നമ്മൾ അങ്ങനെ ആലോചിച്ചു, അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു, നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാപ്പബിലിറ്റീസ് ഓക്കെ ആണോ അല്ലെന്ന് ആലോചിച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ടെക്നോളജീസോ അല്ലെങ്കിൽ പുതിയ മെഷീൻസോ കാര്യങ്ങളോ എന്ത് ചെയ്യും, നമ്മുടെ ഫേമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷന് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മുടെ ടാർഗറ്റഡ് സെയിൽസ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ അവിടെ എന്ത് വന്നു, പുതിയ മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ അത് എന്തിനെ എഫക്ട് ചെയ്തു, നമ്മുടെ ഫേമിന്റെ ഫിനാൻസിനെ എഫക്ട് ചെയ്തു. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന ഫിനാൻസ് എന്നുള്ള ഫാക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. അതാണ് പറഞ്ഞത്, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഫിനാൻസും പ്രൊഡക്ഷനും ഹ്യൂമൻ റിസോഴ്സസ് ക്യാപ്പബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ ഒരു പരിധി വരെ അതെല്ലാതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കെയർഫുൾ ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അവിടെ ഇൻപുട്സ് വേണം. അതായത് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്നും ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ഫേമില് പ്രൊഡക്ഷനും ഗുഡ്സിന്റെ പ്രൊഡക്ഷനും സർവീസസും നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വെറൈറ്റി ഓഫ് ഇൻപുട്സ് വേണം. അത്തരത്തില് നമുക്ക് ആവശ്യമായിട്ടുള്ള വെറൈറ്റി ഓഫ് ഇൻപുട്സിനെ നമുക്ക് സപ്ലൈ ചെയ്യുന്നവരെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷന്റെ സക്സസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന
സപ്ലൈയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് നമുക്ക് ഇൻപുട്സ് സപ്ലൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ഓർഗനൈസേഷന്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അവരിലേക്ക് ഗുഡ്സ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഓൺ ടൈമിൽ ഇവിടെ എന്ത് കിട്ടണം? ഇൻപുട്സ് കിട്ടണം. ആ ഇൻപുട്സിനെയാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ ഒരു സപ്ലയേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് സപ്ലയേഴ്സ് ഓൺ ടൈമില് ഫേവറബിൾ ടൈമില് നമുക്ക് ഇൻപുട്സ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ടൈമില് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കൺസ്യൂമറിലേക്ക് ഡെലിവറി നടത്താൻ പറ്റില്ല. സോ കൺസ്യൂമേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗില് മൈക്രോ എൻവയോൺമെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഇന്റർമീഡിയറീസും. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റർമീഡിയറീസ്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് സപ്ലയേഴ്സ് ആണ്. തേർഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർമീഡിയറീസ് ആണ്. ഇന്റർമീഡിയറീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ നോർമലി ഒരു ബിസിനസ്സിൽ നമ്മള് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ കൺസ്യൂമറിലേക്ക് ചിലപ്പോൾ എത്തിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. നമ്മളിപ്പോ ഒരു ചെറിയൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു റൂറൽ ഏരിയയിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരിട്ട് നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു ലാർജ് സ്കെയിൽ ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിന്റെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡീലേഴ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇതെല്ലാം ഒന്നാണ്. ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. അതായത് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിക്കുന്ന ആ ഒരു ആളെ പറയുന്ന പേരാണ് നമ്മൾ ഇന്റർമീഡിയറീസ്. അതിന്റെ ഇടയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. സോ ഈ ഇന്റർമീഡിയറീസിന്റെ ആക്ടിവിറ്റീസും നമ്മുടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില ഇന്റർമീഡിയറീസ് എന്ത് ചെയ്യും? എല്ലാവരും നമ്മളിപ്പോ ഓരോ ആക്ടിവിറ്റിയിലും എൻഗേജ് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ലെ? സോ ഈ ഒരു ഫീൽഡില് നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറീസ് ആണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നല്ല ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ മാത്രം ചൂസ് ചെയ്യും. അതായത് കൺസ്യൂമേഴ്സിന് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ബ്രാൻഡഡ് പ്രൊഡക്ട്സ് മാത്രം എന്ത് ചെയ്യും? അവർ ചൂസ് ചെയ്യും. എന്നിട്ട് അവരത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇനി അങ്ങനെയല്ല, നമ്മുടെ പ്രൊഡക്ട്സ് അത്രയും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇന്റർമീഡിയറീസിനെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ ഒരു ഫീൽഡിൽ പുതിയതായിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരും. അവരും എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളോട് വല്ല ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ക്രെഡിറ്റോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും ഡീൽ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതിലും നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. സോ അതാണ് പറയുന്നത്, ഇന്റർമീഡിയറീസിന്റെ ഓരോ ഡിസിഷൻസും അല്ലെങ്കിൽ അവരുടെ ഓരോ ഡിസിഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ബിസിനസ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അതാണ് ഇന്റർമീഡിയറീസ്. പ്രൊഡക്ഷനിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. സോ അത്തരം ഇന്റർമീഡിയറീസിന്റെ ഓരോ ഡിസിഷൻസും നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ്, അവർ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അതും മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീറ്റേഴ്സ്. അതുപോലെ തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ
കോമ്പറ്റീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിം. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ടും എന്താണ്, നമ്മൾ ചെയ്യുന്ന സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് നടത്തുന്നവരെയാണ് നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് തന്നെയാണ് വേറൊരാളും വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നമ്മളെ കോമ്പറ്റീറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവരുടെ ഓരോ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെയും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് രണ്ടുപേരും ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെങ്ങനെയൊക്കെയാണ് അവരുടെ പ്രൊഡക്ഷൻ കൊണ്ടുപോകുന്നത്, അവരെങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ബ്രാൻഡ് നെയിം ആണ് അവർ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ ഡീലർ നെറ്റ്വർക്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ ക്ലോസർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർ നല്ല രീതിയിൽ കുറച്ചുകൂടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനേക്കാളും കൂടുതൽ നല്ല ടെക്നോളജിയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന്, അതായത് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഡെലിവറി നടത്തുമ്പോൾ നമ്മുടെ ടേൺ ഓവറിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിന്റെ ഓരോ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഓരോ മെത്തേഡും നമ്മളുടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ അതാണ് കോമ്പറ്റീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെയാണ് കസ്റ്റമേഴ്സും. ഇപ്പോ ഒരു കസ്റ്റമറിന്റെ സെയിം പാറ്റേൺ ആയിരിക്കില്ല വേറൊരു കസ്റ്റമറിന് ഉണ്ടായിരിക്കുക. അതായത് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഹാബിറ്റ് എന്തുണ്ടായിരിക്കും, ചേഞ്ചിങ് ആയിരിക്കും. ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിനനുസരിച്ചും കാര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ എന്ത് ചെയ്യും, ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഹാബിറ്റ് എന്തായിരിക്കും, ചേഞ്ച് ആയിരിക്കും. അതായത് ഒരാൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കില്ല മറ്റൊരാളും യൂസ് ചെയ്യുന്നത്. സോ കൺസ്യൂമേഴ്സിന്റെ ഹാബിറ്റ്സും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തുടങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണോ അവർ റീക്വയർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തു, നമ്മുടെ ബിസിനസ് അവിടെ ഫ്ലോപ്പ് ആയി. സോ കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അവർ ഏതൊക്കെ മെത്തേഡ്, അല്ലെങ്കിൽ ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പോ നമ്മൾ കൂടുതലായിട്ടും ഓൺലൈൻ ആയിട്ട്, അതായത് വീട്ടിലിരുന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്യുക, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ക്ലോത്തുകൾ, ഇതൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ കൺസ്യൂമേഴ്സും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന്റെ മെത്തേഡ്സ് എങ്ങനെയല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകണം. അവർക്ക് ഇ കൊമേഴ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇ കൊമേഴ്സ് ചൂസ് ചെയ്യണം. അതാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന്റെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ഏത് രീതിയിലാണോ അവരിലേക്ക് എത്തിക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ടേസ്റ്റും അല്ലെങ്കിൽ അവരുടെ ഓരോ ഹാബിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. മൈക്രോ എൻവയോൺമെന്റിലെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ടാണ് അവിടെ എഫക്ട് ചെയ്യുന്നത്. അതായത് ഇത്തരം ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ അറിയാം. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. അത്തരം ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് ഓർഗനൈസേഷൻസ്, ഇന്റേണൽ എൻവയോൺമെന്റ്, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇനി നമുക്ക് മാക്രോ എൻവയോൺമെന്റ് എന്താന്നുള്ളത് നോക്കാം. സോ ഈ മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ്,
ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. മനസ്സിലായോ? മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, എക്കോണമിക്കൽ എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആൻഡ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഇനി ഇവ ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ നേച്ചറിൽ എന്തുണ്ട്, നാച്ചുറൽ ആയിട്ട് നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നതാണ് ഫോറസ്റ്റ്, ഫുഡ് പ്രൊഡക്ട്സ് ഫ്രം അഗ്രികൾച്ചർ, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന അതിൽ നിന്നും കിട്ടുന്ന ഫുഡ്, അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഇതൊക്കെ റിന്യൂവബിൾ റിസോഴ്സസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. നാച്ചുറൽ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സ് ഫ്രം അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ളവ. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഓയിൽ, കോള്, മിനറൽസ് എക്സെട്ര. സോ ഇതില് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് ആണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ എൻവയോൺമെന്റിൽ പഠിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ഷന് റിക്വയർഡ് ആയിട്ടുള്ളത് റിന്യൂവബിൾ റിസോഴ്സസ് ആണോ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ എങ്ങനെയാണ്, നമ്മുടെ കണ്ടീഷൻസ്, വെതർ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെന്റിൽ നോക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടും വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ്, റിന്യൂവബിൾ റിസോഴ്സസ് ആണോ നമുക്ക് വേണ്ടത്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണോ നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്ന വെതർ കണ്ടീഷൻ, അതായത് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ്, ലാൻഡ്സ്കേപ്പ് എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. അതാണ് ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേമിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നോളജീസ് എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അത്തരം ഫാക്ടേഴ്സ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. ഇപ്പോ നമ്മള് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും മെഷീൻസിന്റെ സഹായത്തോടെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് തുടങ്ങിയിട്ടുള്ളവയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടെക്നോളജീസിലും കൂടുതൽ ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണം. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഫേം ഒരു ഇന്നോവേറ്റീവ് ഫേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഫേമിൽ എന്തെങ്കിലും ഇന്നോവേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ടെക്നോളജീസിൽ എന്തെങ്കിലും ഇന്നോവേഷൻ കൊണ്ടുവരണം, നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ എന്തില്ല, നമ്മുടെ യൂസ് ചെയ്യുന്ന ടെക്നോളജീസും കാര്യങ്ങളും ഒന്നും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ടെക്നോളജീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അതിനു വേണ്ടിയുള്ള ടെക്നോളജീസിനെ പറ്റിയിട്ടുള്ള, അതായത് നമുക്ക് യൂസ് ചെയ്യേണ്ട നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രൊഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന ലോസും അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും അവരെടുക്കുന്നുണ്ടായിരിക്കും. അത്തരം ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യുന്നത്. അതായത് നമ്മുടെ
ഫേമിനെ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേമിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്ന എന്തെങ്കിലും ലീഗൽ പോളിസീസോ ലോസോ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ടും നമ്മളിപ്പോ ഒരു ഫേം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ടാക്സ് ലോസും കാര്യങ്ങളും വരികയാണ്. നമ്മുടെ സെയിൽസിനെ എഫക്ട് ചെയ്യുന്ന സെയിൽസ് ടാക്സ് ഉണ്ടായിരിക്കും, എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, ഇൻകം ടാക്സ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ എഫക്ട് ചെയ്യുന്ന ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, താരിഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ, അതായത് നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് ലോയും കാര്യങ്ങളും പാസ്സാക്കിയിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാം. അതാണ് നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ ചെയ്യുന്നത്. ഇത്തരം ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല. കാരണം ഗവൺമെന്റ് ഇറക്കുന്ന ലോസും കാര്യങ്ങളും അല്ലെങ്കിൽ അവര് ലീഗലി എന്തെങ്കിലും ഫോഴ്സസ് ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ അൺകൺട്രോളബിൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അതിനെ എക്സാമിൻ ചെയ്തിട്ട് ആ ഒരു ഫാക്ടർ എഫക്ട് എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന ലീഗൽ പോളിസീസും ലോസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്കോണമിക്കൽ എൻവയോൺമെന്റ്. എക്കോണമിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത് പ്യൂപ്പിൾസിന്റെ പർച്ചേസിംഗ് പവർ എന്തൊക്കെയാണ്, അതാണ് എക്കോണമിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. അതായത് ഓരോരുത്തരുടെയും പർച്ചേസിംഗ് പവർ എങ്ങനെയാണ്, എല്ലാ കൺസ്യൂമേഴ്സിന്റെയും പർച്ചേസിംഗ് പവർ ഒന്നാണോ, അല്ലെങ്കിൽ അവര് സ്പെൻഡ് ചെയ്യുന്ന അവരുടെ സ്പെൻഡിങ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എക്കോണമിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. ഓരോ കൺസ്യൂമേഴ്സിന്റെയും സ്പെൻഡിങ് പാറ്റേൺ, അവർ ഏൺ ചെയ്യുന്ന ലെവൽ ഓഫ് ഇൻകവും അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർത്തും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എക്കണോമിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. അതായത് ഒരു കൺസ്യൂമർ ഏൺ ചെയ്യുന്ന ഇൻകം ആയിരിക്കില്ല മറ്റൊരു കൺസ്യൂമർ ഏൺ ചെയ്യുന്നത്. അതായത് ഒരു 1000 rupees പെർ ഡേ ഏൺ ചെയ്യുന്ന ഒരാളും 2000 rupees പെർ ഡേ ഏൺ ചെയ്യുന്ന ഒരാളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. സോ ഓരോ പീപ്പിൾസിന്റെയും അല്ലെങ്കിൽ ഓരോ കൺസ്യൂമേഴ്സിന്റെയും സ്പെൻഡിങ് ഹാബിറ്റ്സും അവർ ഏൺ ചെയ്യുന്ന ഇൻകവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സാമിൻ ചെയ്യുകയാണ് നമ്മൾ എക്കോണമിക്കൽ എൻവയോൺമെന്റിൽ ചെയ്യുന്നത്. അതായത് ഓരോ കൺസ്യൂമേഴ്സിന്റെയും പർച്ചേസിംഗ് പവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതാണ് ഇക്കോണമിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. ട്രെൻഡ്സ് ഇൻ ഗ്രോസ് നാഷണൽ പ്രൊഡക്ട്സ് ആൻഡ് റിയൽ ഇൻകം ഗ്രോത്ത്, അതേപോലെ പാറ്റേൺസ് ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വേരിയേഷൻ ഇൻ ജിയോഗ്രാഫിക്കൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പാറ്റേൺസ്. അതായത് മെയിൻ ആയിട്ടും ഓരോ പീപ്പിൾസിന്റെയും പർച്ചേസിംഗ് പവർ എന്തൊക്കെയാണ്, അവരുടെ സ്പെൻഡിങ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എക്കോണമിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റ് ആണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് മെയിനായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പ്യൂപ്പിൾസിനെ പറ്റിയിട്ടായിരിക്കും. അതായത് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പ്യൂപ്പിൾസ് ആണ്. ആ ഒരു പ്യൂപ്പിൾസിന്റെയും പാറ്റേൺസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഓരോ പ്യൂപ്പിൾസിന്റെയും ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ സൈസ് ഓഫ് പോപ്പുലേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യുന്നത്. അതായത് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ്, അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്യൂപ്പിൾസിന്റെ സൈസ് ഓഫ് പോപ്പുലേഷൻ എങ്ങനെയൊക്കെയാണ്, അവരുടെ ജെൻഡർ എങ്ങനെയൊക്കെയാണ്, അതായത് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിന്റെ ജെൻഡർ എങ്ങനെയൊക്കെയാണ് വരുന്നത്, കൂടുതലും മെയിൽ ആണോ ഫീമെയിൽ ആണോ പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏജ് എങ്ങനെയൊക്കെയാണ്, ഏത് ഏജിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിനെ പ്രിഫർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കോസ്മെറ്റിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നമുക്കെങ്കിൽ
കോസ്മെറ്റിക്സ് ഒക്കെ എന്താണ്, യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ യൂസ് ചെയ്യുള്ളൂ. സോ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യണമെന്നില്ല. സോ മെയിൻ ആയിട്ടും ഇതാണ് ഏജിന്റെ ഫാക്ടേഴ്സ് ഒക്കെ ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഓരോരുത്തരെയും നമ്മളെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഓരോരുത്തരുടെയും ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത്. അതായത് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സൈസ് ഓഫ് പോപ്പുലേഷനെ കുറിച്ചിട്ട് പഠിക്കുന്ന സ്റ്റഡിയാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഓരോ പീപ്പിൾസിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കൺസ്യൂമേഴ്സിന്റെയും ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് തുടങ്ങിയിട്ടുള്ള ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമ്മൾ ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോ ഒരു വീട്ടിലെ വൈഫും അതുപോലെ ഹസ്ബൻഡും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ജോബ് ഹോൾഡേഴ്സ് ആണ്, രണ്ടുപേർക്കും ജോബ് ഉണ്ട്. സോ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ ഹൗസിൽ അവരെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവര് ഹൗസിൽ അവര് പർച്ചേസ് ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണ്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. സോ അവരുടെ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ രീതിയിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ സ്ട്രക്ചർ ചെയ്യുക. അതാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ വരുന്നത്. ഓരോ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഓരോ പീപ്പിൾസിന്റെയും ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യാം. അതായത് അവരുടെ ഏജ്, ജെൻഡർ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് തുടങ്ങിയിട്ടുള്ള ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് അതായത് ഒരാളുടെ സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള എൻവയോൺമെന്റ് എങ്ങനെയാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത് എന്നുള്ളത്. അതായത് ഓരോരുത്തരുടെയും കൾച്ചറിനും അതുപോലെ തന്നെ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന കൾച്ചറിനും അതുപോലെ അവര് ഫോളോ ചെയ്ത് വരുന്ന റിലീജിയൻ ഒക്കെ ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരുടെയും പർച്ചേസിങ് ക്യാപ്പബിലിറ്റി ഇരിക്കുന്നത്. അതായത് ഇപ്പോ ഹിന്ദു മതത്തിലുള്ള ഒരാള് ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കില്ല ക്രിസ്ത്യൻ മതത്തിലോ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അതായത് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോ ഹിന്ദുസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഹിന്ദുസിന്റെ ഒരു ഐതിഹ്യപ്രകാരം അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, കൗ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ മീറ്റ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അതവരുടെ റിലീജിയന്റെ ഒരു പാർട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതായത് മീറ്റിലോ കാര്യങ്ങളോ വരുന്ന, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്നില്ല. സോ അവരെന്ത് ചെയ്യും, നമ്മളൊരു മീറ്റ് പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇടയിൽ ചെലവാകില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഏരിയയിൽ അവിടെ ഫുള്ളായിട്ടും മെയിൻ ആയിട്ടും ഒരു ഹിന്ദു ഫാമിലീസ് ആണ് സെറ്റപ്പ് ചെയ്തിട്ട് ഉള്ളത് എങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല. അതാണ് നമ്മൾ ഓരോരുത്തരും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചറിനെയും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയനെയും ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും സ്ട്രെച്ച് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഏരിയയിൽ ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന റിലീജിയൻ എങ്ങനെയൊക്കെയാണ്, അതിനനുസരിച്ച് അവർ പ്രിഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ അവിടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും സ്റ്റാർട്ട് ചെയ്യേണ്ടതും സ്റ്റോപ്പ് ചെയ്യേണ്ടതും. കാരണം അത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. കാരണം ഓരോരുത്തരും അവരുടെ കൾച്ചറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന റിലീജിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ഓരോ പ്രൊഡക്റ്റുകളും പ്രിഫർ ചെയ്യുന്നത്. അതാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എക്കോണമിക്കൽ എൻവയോൺമെന്റ്, ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. സോ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് ആണ്
നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് റെലവൻസ് ഓഫ് എൻവിയോൺമെന്റ് ഇൻ മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് എൻവിയോൺമെന്റിന് വരുന്ന അല്ലെങ്കിൽ എൻവിയോൺമെന്റിന് വരുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് റെലവൻസ് ഓഫ് എൻവിയോൺമെന്റ് ഇൻ മാർക്കറ്റിംഗിൽ വരുന്നത്. മാർക്കറ്റിംഗിൽ എൻവിയോൺമെന്റിന്റെ റെലവൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നല്ല, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. First one is it creates an increased general awareness of environmental changes on the part of management. മാനേജ്മെന്റിന്റെ പാർട്ട് ആയിട്ടുള്ള എൻവിയോൺമെന്റൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള എൻവിയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന എൻവിയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് കൂടുതലും അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. എന്തില്, നമ്മുടെ എൻവിയോൺമെന്റ് ഇൻ മാർക്കറ്റിങ്ങിലുള്ള എൻവിയോൺമെന്റിൽ, അതായത് മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സോ കാര്യങ്ങളോ എൻവിയോൺമെന്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഗൈഡ്സ് വിത്ത് ഗ്രേറ്റർ എഫക്റ്റീവ്നെസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സ് അല്ലെ, അതാണ് നമ്മുടെ പോളിസീസിലൊക്കെ ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ എൻവിയോൺമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഗവൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓരോ ഗവൺമെന്റിന്റെ ഓരോ പോളിസീസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നമ്മുടെ എൻവിയോൺമെന്റിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് റെലവൻസ് എന്ന് പറയുന്നത്. Third one is it helps in marketing analysis. അതായത് ഓരോ മാർക്കറ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ട് ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാർക്കറ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. And next one is it suggests improvement in diversification and resource allocation. അതായത് ഓരോ റിസോഴ്സസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ റിസോഴ്സസിലും എങ്ങനെയൊക്കെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്, അതായത് ഏതൊക്കെ തരം വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓരോ റിസോഴ്സസും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോന്നിനും അലൊക്കേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. And it helps the firm to identify and capitalize upon opportunities rather than losing out of competitors. കോമ്പറ്റീറ്റേഴ്സിന്റെ മൈൻഡിനെ വിട്ടുകൊടുക്കാണ്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പോളിസീസിനെ എങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളൊരു കാര്യം കോമ്പറ്റീറ്റേഴ്സിന്റെ മൈൻഡിന് മാത്രം വിട്ടുകൊടുക്കാണ്ട് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും എങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിലും മൈക്രോ എൻവയോൺമെന്റൽ കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞത്. It provides a base of objective qualitative information about the business environment that can subsequently be value of designing the strategies. അതായത് ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജീസ് സബ്സീക്വന്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സ്ട്രാറ്റജീസ് തന്നെയാണോ നമ്മൾ സബ്സീക്വന്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് റെലവൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ടും നമ്മൾ എന്തൊക്കെയാണോ മൈക്രോ എൻവയോൺമെന്റിൽ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചത് ആ ഓരോ ഫാക്ടേഴ്സിന്റെയും അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്താൽ മതി. അതായത് കൂടുതൽ സപ്ലയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്മൂത്ത് ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്, സപ്ലയേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ടൈമിൽ എങ്ങനെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ടൈമിൽ എങ്ങനെ നമ്മുടെ ഫേവറബിൾ ടൈമിൽ എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് ആക്ടിവിറ്റീസ് കൊണ്ടുപോകുക എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്റേഴ്സിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റിനേക്കാളും കുറച്ച് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൺസ്യൂമേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അവരുമായിട്ട് ഒരു ഡെയിലി കോണ്ടാക്ട് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ എൻവയോൺമെന്റിൽ വെച്ച ഫാക്ടേഴ്സും വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ എന്തൊക്കെയാണ് റെലവൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ